ഹലോ, നമുക്കിന്ന് മാങ്ങ വെച്ചൊരു പരീക്ഷണമായാലോ? ഇപ്പം മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വെച്ചൊരു പരീക്ഷണം ചെയ്യാം. പരീക്ഷണമല്ല, ഇപ്പോൾ യൂട്യൂബിലൊക്കെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുമാങ്ങയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമുക്ക് ആദ്യം മാങ്ങ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്യാം. ഇത് കളർ കണ്ടിട്ട് ചനച്ച പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നല്ല പുളി ഉണ്ടായിരുന്നു. കളർ കുറച്ചൊന്ന് ഈ ക്യാമറയുടെ ലൈറ്റിൻ്റെയൊക്കെയാണ് കേട്ടോ. ഇത്രയ്ക്ക് മഞ്ഞ കളറൊന്നും ഇല്ല. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മളിത് എല്ലാം നുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യണേ. നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഈ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉപ്പും മുളകും കൂട്ടി തിന്നും, അതല്ല പതിവ്. ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. മാങ്ങ തിന്നാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് അതിലൊരു വെറൈറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. വെറൈറ്റി ഒന്നുമില്ല, മുളകുപ്പ് തന്നെ. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സംഭവം മാത്രം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇതാ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ കുഞ്ഞിതാക്കിയിട്ട് നീളനെ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി നമുക്ക് സ്റ്റെപ്പ് 2 കാണാം. ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില എത്ര അധികം കിട്ടുന്നു അത്രയും നല്ലതാണ്. പിന്നെ ഇതാ കടുകും ഉലുവയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ കടുകും അതിൻ്റെ പകുതി ഉലുവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഉലുവയുടെയും കടുകിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മൾ 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാക്കണം. ഇനി നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ കടുകും ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 10 സെക്കൻഡൊക്കെ കഴിയുമ്പോൾ താനെ പൊട്ടി വന്നോളും. അപ്പോൾ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഉലുവ എടുക്കുമ്പോൾ അധികമായി കഴിഞ്ഞാൽ കനയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കടുക് എടുക്കുന്നതിനേക്കാളും കുറച്ചേ ഉലുവ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നന്നായി ചൂടായി വന്നു. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കായം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കായം ഒന്ന് ചൂടാക്കി എടുക്കാം. എൻ്റെ കയ്യിൽ കായപ്പൊടി ഇരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ കായം ചൂടാക്കിയിട്ടില്ല. ഇനി നമ്മളിതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം മാങ്ങയ്ക്ക് ഇപ്പോഴും വെളിച്ചെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ കറിവേപ്പില അതുപോലെ മുളക് ഒക്കെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. കറിവേപ്പിലയൊക്കെ നല്ല പോലെ വറുത്തെടുക്കാം കേട്ടോ. അതുപോലെ മുളക് ഇടുമ്പോഴും കരിയിക്കാൻ നോക്കരുത്. അത്യാവശ്യം നമുക്കറിയാമല്ലോ മുളകൊക്കെ വറുത്ത് വന്നു കാണുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ഓണാക്കി വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മുളകും വറുത്ത് കോരി. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ നല്ല ചനച്ച മാങ്ങ അല്ലേ. നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങയ്ക്ക്. അത്ര ചനപ്പൊന്നും ആയിട്ടില്ല, ഈ ലൈറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് അതിലിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി വേവിക്കൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ചൂടൊക്കെ ഒന്നായി ആ വെളിച്ചെണ്ണ എല്ലാത്തിലേക്കും ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിനി അത് മാറ്റിയെടുക്കാം. നമ്മുടെ മാങ്ങ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്റ്റെപ്പ് 2 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉപ്പുമുളക് ഇട്ട് കഴിക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള കടുകും ഉലുവയും അതുപോലെ തന്നെ നമ്മൾ വറുത്ത മുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിയായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണതേ ഒരു പഴമയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. അതായത് ആ കായത്തിൻ്റെയും പിന്നെ ആ കടുകും ഉലുവയുടെ ഒക്കെ ഒരു മണം കൂടിയൊക്കെ ആകുമ്പോൾ ശരിക്കും നമുക്ക് നൊസ്റ്റ് മേടിക്കും കേട്ടോ. പെട്ടെന്ന് നമ്മൾ നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർത്ത് കൂട്ടാം. അപ്പോൾ അതാ നമ്മുടെ പൊടി സെറ്റായിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2-2.5 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് അവിടെ എടുത്തു വെച്ചു. എന്താ വെച്ചാൽ അത്ര എരിവുണ്ടായിട്ടൊന്നുമല്ല. കേശുവിനും ചുഞ്ചിക്കും ഒക്കെ മാങ്ങ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി എരിവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ മുഴുവനായിട്ട് എടുത്തോളൂ. ഇത് അത്ര എരിവുള്ളതൊന്നുമല്ല. ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂണ് വെച്ച് ഞാൻ ഒന്ന് ചെയ്ത് നോക്കി, പക്ഷെ അത് സെറ്റാവണില്ല എനിക്ക്. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത്. ശരിക്കും നമുക്ക് ചോറൊക്കെ ഉണ്ടാകാൻ ആ സമയത്ത് കൊതി തോന്നും, അത്രയും നല്ല മണമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കലല്ല, എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അത്ര അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഉപ്പും മുളകും കൂടി തിന്നുന്നതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ്. കണ്ടില്ലേ, എല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളി സാധനം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതുക.
ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങ വെച്ച് ചെയ്തിട്ടുള്ള ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി ഇതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.